മാളികപ്പുറം ഒരു ഫാമിലി മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരുപാട് പേര് അതിനെ ഒരു റിലീജിയസ് ആസ്പെക്റ്റിലും കണ്ടു. വിവാദങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. ഐ ജസ്റ്റ് നോ ദാറ്റ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വളരെ സന്തോഷത്തോടെ ചെയ്ത സിനിമയാണ്. സിനിമാ സ്വപ്നങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടത് ഒറ്റയ്ക്ക് ഞാൻ ഇരുന്ന് കണ്ടത് ഈ ട്രെയിനിലുള്ള. ആൻഡ് ഐ ജസ്റ്റ് ഫെൽറ്റ് ദാറ്റ് അതെൻ്റെ ഒരു പേഴ്സണൽ ഈഗോ സാറ്റിസ്ഫൈങ് മൂമെന്റ് ആയിരുന്നു. ഞാൻ ആ ട്രെയിൻ മൊത്തം ജയഗണേഷിന്റെ പോസ്റ്റർ ഞാനിത് അനുഭവിച്ചപ്പോൾ ഞാൻ ആഗ്രഹിച്ചതാണ്. ഉണ്ണി അപ്പോഴാണ് പറയുന്നത്, ഞാൻ പറയുന്ന ആരും കേൾക്കുന്നില്ല, ഞാൻ ഈ ലെവലിൽ സംസാരിക്കുമ്പോൾ കേൾക്കുന്നില്ല. സോ അത് തന്നെയായിരിക്കും ബേസിക്കലി എല്ലാവരുടെയും അവരുടെയും നീഡ് അത് തന്നെയായിരിക്കും. ഇനിയും ലൈഫിനെ വളരെ പോസിറ്റീവായിട്ട് കാണാൻ നമുക്ക് അങ്ങനെ പറ്റൂ, വേറെ ഓപ്ഷൻസ് ഇല്ല എന്ന് ഒരു പോയിന്റിൽ അവർക്ക് സ്വീകരിക്കുന്നുണ്ട്. ഇത്രയും കോൺഫിഡന്റ് ആയിട്ടും ഇത്രയും പോസിറ്റീവായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ മിനിമം അവരോട് കാണിക്കേണ്ടത് വി മേക്ക് ദം ഫീൽ ലൈക്ക് അസ്. വലിയൊരു ട്രെയിലർ ന്യൂയോർക്ക് സ്ക്വയർ ടൈംസ് പ്ലേ ചെയ്തു. ആൻഡ് ഐ വാസ് ലൈക്ക് വാവ്. അപ്പൊ എല്ലാവരും നിന്ന് നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു സിനിമ ഇവിടെ ട്രെയിലർ പ്ലേ ചെയ്യണം, എന്ത് ചെയ്യണം? ഒരു സിനിമ എടുക്കുക, അത് എന്റെ മനസ്സിൽ വന്ന ഒരു ആഗ്രഹമാണ്. സോ ഞാൻ ഫോളോ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ എനിക്ക് എന്ത് തോന്നുന്നു ഞാനത് ചെയ്തെടുക്കുന്നതാണ്. എവിടെയോ വർഷം ഇപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ട്. ആക്ച്വലി ആ വർഷം എന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മൂവി ഇറങ്ങിക്കഴിഞ്ഞ് ആണ് എനിക്ക് മനസ്സിലായത്. എന്റെ ഹസ്ബൻഡ് എന്റെ അടുത്ത് പറയും, മൈതാനം കണ്ടാലും തട്ടി വീഴുന്ന ഒരു ക്യാരക്ടർ. ശരിക്കും ടൈമിന്റെ കാര്യം പറയില്ലേ, അതെ, എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ ഒപ്പം മമ്മൂക്കയെക്കാളും. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ജയ് ഗണേഷിന്റെ വിശേഷങ്ങളുമായി നമ്മുടെ സിനിമയുടെ ക്രൂ ആണ്. വെൽക്കം. അപ്പോൾ നമുക്കൊരു വിഷു, പെരുന്നാൾ എല്ലാം ഒരു ഗിഫ്റ്റ് പോലെയാണല്ലോ ജയ് ഗണേഷ്, അങ്ങനെ പറയാൻ പറ്റുമോ? യെസ് യെസ്, ഗിഫ്റ്റ് തന്നെയാണ്. തുടക്കത്തിൽ കിട്ടിയ എനിക്കാണ്, ഞാനിത് 11-ാം തീയതി നിങ്ങൾക്ക് തരുന്നു. അതെ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫാമിലി മൂവി. മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം എൻ്റെ ഇമ്മീഡിയറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 1.5 വർഷമായി ഏകദേശം ആ സിനിമ റിലീസായിട്ട്. സോ ഐ എം വെരി എക്സൈറ്റഡ്. നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലും നല്ലൊരു ടീം, ക്രൂ. ഞാൻ ഒരിക്കൽ കൂടി UMF പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്, UMF ആദ്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സിനിമയാണ്. സോ മൊത്തത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നല്ലൊരു സിനിമ ചെയ്യാൻ സാധിച്ചത്. ആസ് എ ക്യാരക്ടർ ഓൾസോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്പെഷ്യലി ഏബിൾഡ് ആയ ഒരു കഥാപാത്രത്തെ ചെയ്യുന്നത്. ആൻഡ് അതിലും എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് ഒരു ഭയങ്കര വളരെ പോസിറ്റിവിറ്റി നൽകുന്ന ഒരു സിനിമ ആയിരിക്കണം എന്ന്. എസ്പെഷ്യലി വിഷുക്കാലത്തും പെരുന്നാൾ കാലത്ത് സിനിമ ഇറങ്ങുമ്പോൾ കുടുംബങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് ഒരു ഏതെങ്കിലും രീതിയിൽ ഒരു സന്തോഷം നൽകണം എന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സിനിമയാണ് ജയ് ഗണേഷ്. ഉണ്ണിച്ചേട്ടനെ കാണുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റിവിറ്റി ആണ്. മഹിമയിലും ചേച്ചിയാലും എല്ലാവരും. താങ്ക് യു സോ മച്ച്. ചേച്ചിനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പക്ഷെ നമ്മളിങ്ങനെ പണ്ട് മുതൽ നൃത്തത്തിനകത്തിലൊക്കെ മൂവിയിലൊക്കെ കാണുമ്പോഴും എനിക്ക് ലൈക്ക് ഇത്രയും വർഷം ഒരു വലിയ ചേഞ്ച് ഒന്നും തോന്നില്ല, ഭയങ്കര യങ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഞാൻ ഒരു ദിവസം ഐ തിങ്ക് ആര്യാസിലോ ഏതോ സ്ഥലത്ത് നിൽക്കുമ്പോൾ വെരി യങ് പ്രതീകമായി നിൽക്കുന്നു. പിന്നെ ഒരാളായിട്ട് സംസാരിക്കുന്നു. പിന്നെ ഞാൻ എവിടെയോ കണ്ടിരുന്നു പറഞ്ഞിട്ട് then I realize it's ജോമോൾ. അപ്പോൾ ഈ ടൈമിന്റെ കാര്യം പറയില്ലേ, എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ ഒപ്പം മമ്മൂക്കയെക്കാളും ഏജന്റ് റിവേഴ്സ് ഗിയർ എന്നൊക്കെ പറയില്ല, അതുപോലെ സാഡ്ലി ഷീ ജസ്റ്റ് മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. പക്ഷേ ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് ഇപ്പോഴും സിനിമ പ്രൊമോട്ട് ചെയ്യാനും ചെയ്തത് പ്രൊഫഷണലിസം പറയുമല്ലോ. ഇറ്റ്സ് ഗുഡ്. ഐ ആം സോ ഹാപ്പി വൈ ഐ കെയിം. ഈ ഒരു ലിഗമെന്റ്, ഈ ഒരു ഇഞ്ചുറി ഉണ്ട് വിച്ച് ഐ എം നോട്ട് സപ്പോസ് ടു മൂവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാക്സിമം എന്ത് കാര്യം റിലേറ്റഡ് ആണെങ്കിൽ ഇറ്റ് ഇസ് റെസ്റ്റ്. പക്ഷേ എനിക്കത് ഞാൻ എത്ര ബെറ്റർ ആയിട്ട് അത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ദ വേ ഹീ ഹാസ് ബീൻ ബിഹൈൻഡ് ദിസ് മൂവി റൈറ്റ് ഫ്രം ഡേ വൺ എന്ന് പറഞ്ഞാൽ നോട്ട് ഡേ വൺ ഓഫ് ദ ഷൂട്ടിംഗ് ബട്ട് റൈറ്റ് ഫ്രം വെൻ ഈ മൂവിയുടെ റിലീസ് ആയപ്പോൾ തൊട്ട്, ആ മൂവിയുടെ ഒരു കോൺസെപ്റ്റ് റിലീസ് ആയപ്പോൾ തൊട്ട് ദ വേ. അപ്പം അതിൻ്റെ ഒരു മിനിസ്ക്യൂൾ മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. ആസ് എ ടീം ഐ തിങ്ക് ദിസ് ഇസ് വാട്ട് വി കോൾ ആസ് എ ടീം വർക്ക്. അതെ, തീർച്ചയായും. ഐ തിങ്ക് ആ ഒരു വേണം. സോ വെൻ സം പേഴ്സൺ ഇസ് സോ മച്ച് ഡെഡിക്കേറ്റഡ്, ഇറ്റ്സ് നോട്ട് ഓൺലി ബിക്കോസ് ഉണ്ണിയുടെ മൂവിയാണ്, ഉണ്ണി പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂവിയാണ്, ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ദാറ്റ്. ഞാൻ അത് കണ്ടിട്ടുണ്ട് ഉണ്ണിയുടെ ഒരു പാറ്റേൺ. എന്തിനെങ്കിലും ഒരു മനസ്സിട്ട് കഴിഞ്ഞാൽ ഹി പുട്സ് ഹിസ് ഹാർട്ട് ആൻഡ് സോൾ ഇൻ ടു ഇറ്റ്, എന്താണെങ്കിലും തന്നെ. അതെ അതെ. അപ്പം ആ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു മിനിസ്ക്യൂൾ ഉണ്ണിച്ചേട്ടൻ്റെ ഇത് ഈ ചേച്ചി പറഞ്ഞ പോലെ ഞാനൊരു കമന്റ് കണ്ടതാ, ഒരാൾ അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും ഒറ്റയ്ക്ക് ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ സിനിമയോടുള്ള അത്രയ്ക്ക് അടങ്ങാത്ത ഇഷ്ടം കൊണ്ടാണെന്ന്. അത്രയ്ക്ക് അടങ്ങാത്തുള്ളൊരു ഇഷ്ടമാണ് അല്ലേ സിനിമയോട്, മലയാള സിനിമ എന്നല്ല സിനിമയോട്. ഒബ്വിയസ്ലി ഐ മീൻ 12 years ആയി ബൈ ഗോഡ്സ് ഗ്രേസ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പരാജയങ്ങളാണ് എന്നെ കൂടുതലും മെച്യൂർ ആക്കിയെന്ന് എനിക്ക് പറയാം. പിന്നെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളതുകൊണ്ട് ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഒരു സിനിമയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു മിനിമം
ഇതൊരു ഭയങ്കര കൊമേഴ്ഷ്യൽ ഏകദേശം വലിയ ബജറ്റിൽ എടുത്ത സിനിമയാണ്. അപ്പോൾ ഞാനും രഞ്ജിത് ശങ്കർ ചേർന്നിട്ടാണ് ഈ സിനിമ ചെയ്തത്. സോ ഇതിൻ്റെ ബിക്കോസ് ഇറ്റ്സ് എ ഫെസ്റ്റിവൽ സീസൺ, ഒരുപാട് വേറെ കോമ്പറ്റീറ്റീവ് റിലീസസുകളും ഉള്ളതുകൊണ്ടും ഇറ്റ്സ് എ മോറൽ തിങ് ഫോർ മീ ടു, ഇതിലെന്താ പറയുക, ടെക്നീഷ്യൻസ് വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, ഇവർ ആക്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്, ഇവർ ഹാർട്ട് ആൻഡ് സോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്യുന്നെന്ന് പറയുമ്പോഴും ഐ ഓൾസോ കൺസിഡർ ദാറ്റ് ഇവർ ഒരു ടീമായിട്ട് ഉണ്ണിമുന്തൻ്റെ സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. what do they take away from a movie, not just as a ഒരു റെമ്യൂണറേഷൻ അല്ലെങ്കിൽ നല്ല പാട്ടല്ലാതെ വാട്ട് ഈസ്, ബിക്കോസ് സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിസിബിലിറ്റി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഒരു ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളുടെ പടത്തിൻ്റെ എഡിറ്റർ അമൽ ഡേവിസ്, പ്രേമലൂർ അമൽ ഡേവിസ്, പക്ഷേ ഞാൻ അവരുടെ പേരും പറഞ്ഞു സംഗീത്, ഞാൻ സംഗീത് ഭയങ്കര ഇസ് എ വെരി മെച്ചുവർഡ് ഗായ് ഇൻ ടേംസ് ഓഫ്, അവൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അവൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ സിനിമകൾ ചെയ്തിട്ടുണ്ട്, അഭിനേതാവായിട്ടും എഡിറ്ററായിട്ടും. പക്ഷേ ഈ സിനിമകളിൽ നിന്ന് അവന് കിട്ടുന്ന ഇപ്പോഴാണ് ഒരു അംഗീകാരം ഇൻ ടേംസ് ഓഫ് ഒരു അവൻ്റെ ഫേസ് റീകോൾ സംഭവിക്കുന്നത്. ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഒരു സിനിമ ചെയ്തതിന് ശേഷം അതിനെങ്ങനെ മാറ്റി വെച്ചിട്ട് ഇനി നിങ്ങൾ വന്ന് കണ്ടോളൂ എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് അതിന് ആ പ്രോസസ്സിനെ പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യുക. പിന്നെ എൻ്റെ പ്രൊഡക്റ്റിൽ ഞാൻ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ്. ഞാൻ എനിക്ക് വേറൊരു ജോലി ഒന്നുമില്ല സത്യത്തിൽ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഐ തിങ്ക് ഐ വോണ്ട് ബി ദാറ്റ് എക്സൈറ്റഡ്. പക്ഷേ ബിക്കോസ് ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഞാൻ ഇതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ഞാൻ എൻ്റെ ഡേറ്റ് ആൻഡ് ടൈം വേറെയാണ്. ഏപ്രിൽ 11 തീയതിയാണല്ല ഇതിൻ്റെ ഫൈനൽ ഡേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ വേറൊരു വലിയൊരു ആഘോഷം ഞാൻ മനസ്സിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇറ്റ് വിൽ ബി എ ബിഗ് സെലിബ്രേഷൻ ഓഫ് സക്സസ്. അന്നാണ് ഞാൻ കൂടുതൽ ഐ വിൽ മോർ റിലാക്സ്ഡ് ആൻഡ് മോർ ഹാപ്പി അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇവരെല്ലാവരും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഐ ജസ്റ്റ് ഫീൽ വെരി പ്രൗഡ്. ആസ് ഇൻ നമ്മുടെ ടീം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അവരും സമയം കിട്ടുമ്പോൾ ഞാൻ കണ്ടപ്പോൾ തന്നെ ചോദിച്ചത് റീസൺ ഭയങ്കര ഫണ്ണിയാണ്, ഇറങ്ങിയപ്പോൾ നമുക്ക് കം ഓൺ ദിസ് വേ. സോ ഐ അപ്രീഷിയേറ്റ് ബിക്കോസ് പ്രൊഫഷണലിസം എന്താണെന്ന് രീതിയിൽ നിന്ന് നമ്മൾ പഠിക്കാൻ ചിലപ്പോൾ ഈവൻ ഫോർ പുള്ളിയതി തിരക്കുന്ന കാസർഗോഡ് നിന്ന് ഷീ വുഡ് ഫ്ലൈ ഇൻ, ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യും. പിന്നെ ഞങ്ങളുടെ ടൈം കണ്ടെത്തി ചില പ്രോഗ്രാംസ് കൊടുക്കും, അതിൽ കൃത്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഐ നോ സോ മെനി പീപ്പിൾ ഹു ഡോ നോട്ട് ഡു ദാറ്റ്. അപ്പോൾ നമ്മൾ പുഷ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ സിനിമ ഞാൻ തന്നെ ഞാനിങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഐ എം ഫൈൻ വിത്ത് ഇറ്റ് ബിക്കോസ് ഞാൻ എടുത്ത എഫേർട്ടാണ്. ഞാൻ ഇമോഷണലി ഭയങ്കര ഇൻവെസ്റ്റഡ് സിനിമയാണ്. ഈ സിനിമ ഞാൻ എൻ്റെ കരിയറിൽ തന്നെ എപ്പോഴും ഓർത്ത് വയ്ക്കും. ബിക്കോസ് ഓഫ് ദി സ്റ്റോറി ലൈൻ, ബിക്കോസ് ദി ക്യാരക്ടർ ഡിസ്പ്ലേ. അത് ഒരുപാട് കാരണങ്ങളുണ്ട് ഈ സിനിമ അങ്ങനെ ചിന്തിക്കാൻ. ഹിറ്റ് ഓർ ഫ്ലോപ്പിന് മുകളിൽ സഞ്ചരിക്കുന്ന സിനിമ ആയിരിക്കും ജയഗണേഷ്. യെസ്. മഹിമ കാണുമ്പോൾ തന്നെ നല്ല മലയാളി മങ്കയായിട്ട് വന്നിരിപ്പുണ്ട്. വിഷു പ്രമാണിച്ചാണോ ഈ ഒരു അറ്റയറൊക്കെ? അങ്ങനെയാണെന്ന് പറയാം. വിഷു ആണല്ലോ, വിഷു ടൈം ഓഫ് സെലിബ്രേഷൻ. വിഷു ആയാലും ഈദായാലും സെലിബ്രേഷന്റെ സമയമാണ്. ഒരു സെലിബ്രേഷൻ മൂഡിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. വിഷു ആയിട്ട് എന്തൊക്കെയാണ് ജയഗണേഷ് അല്ലാണ്ട് വേറെ ഫാമിലി ആയിട്ട് പരമായിട്ട് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടോ? പ്രയോറിറ്റി ഈസ് ജയഗണേഷ്. കാരണം വിഷു സമയത്താണല്ലോ സിനിമ റിലീസ് ആവുന്നത്. അപ്പം ഇതിലപ്പുറം വലിയൊരു സന്തോഷം എന്താ നമുക്ക് സെലിബ്രേഷൻ. വിഷു എന്ന് പറയുന്നത് സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഒക്കെ ഒരു സെലിബ്രേഷൻ ആണല്ലോ. അപ്പം ആ സമയത്ത് ഒരു സിനിമ റിലീസ് ആവുക എന്നുള്ളത് അതിലപ്പുറം എന്താ പറയുക വേറൊരു സന്തോഷമില്ല. ആൻഡ് ദ പ്ലാൻ ഇസ് ടു വാച്ച് ദ ഫിലിം വിത്ത് മൈ എൻറ്റയർ ഫാമിലി. എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഇരുന്ന് സിനിമ കാണണം എന്നാണ്. ദാറ്റ്സ് ദ പ്ലാൻ. ഉണ്ണിച്ചേട്ടൻ്റെ വിഷു പ്ലാൻസ് വേറെ എന്തൊക്കെയാ? വിഷു പ്ലാൻസ് ജയഗണേഷും അതിനെ സംബന്ധിച്ചുള്ള ചില സെലിബ്രേഷൻസും. അമ്മ ഒറ്റപ്പാലത്താണ്, അപ്പോൾ അവിടെ പോയിട്ട് സിനിമ കാണണം. ബി ട്രാവലിംഗ്. അപ്പോൾ എനിക്ക് എക്സാക്ട്ലി എൻ്റെ പേഴ്സണൽ സെലിബ്രേഷനൊക്കെ ഞാൻ ഫ്രീ ആവുന്നതും അനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ദീപാവലിയും വിഷു ആഘോഷിക്കുന്നത്. ഞാനൊരു സൊസൈറ്റി ഫോളോ ചെയ്യുന്ന ടൈം ലൈനിലല്ല നമ്മുടെ കാര്യങ്ങൾ. ബട്ട് ഐ തിങ്ക് സിനിമാക്കാർക്ക് മൊത്തത്തിൽ അങ്ങനെയാണ്. അപ്പൊ ആഗ്രഹം ഉണ്ടാവുമ്പോ മഹിമയ്ക്ക് വീട്ടിൽ പോയി കാസർഗോഡ് ഇരിക്കാം, പക്ഷെ നമ്മളിവിടെ പ്രൊമോഷന് വേണ്ടി വിളിക്കും. സോ ബട്ട് ഞാൻ സന്തോഷം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ വിഷു കാലത്തും അല്ലെങ്കിൽ പെരുന്നാൾ സമയത്തൊക്കെ ഒരു ഫെസ്റ്റിവൽ റിലീസ് എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് ഇതിലൂടെ ഞാൻ സാധിച്ചു. ഞാൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ, ഞാൻ ന്യൂയോർക്കിലെ വാക്ക്. അപ്പൊ എന്റെ ഫ്രണ്ട് അപ്പം നടക്കുമ്പോ ടോം ക്രൂസിന്റെ ഒരു സിനിമ മിഷൻ ഇംപോസിബിൾ, വലിയൊരു ട്രെയിലർ ന്യൂയോർക്ക് സ്ക്വയർ ടൈംസ് പ്ലേ ചെയ്തു. ആൻഡ് ഐ വാസ് ലൈക്ക് വാവ്. അപ്പൊ എല്ലാവരും നിന്ന് നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഒരു സിനിമ ഇവിടെ ട്രെയിലർ പ്ലേ ചെയ്യണം, എന്ത് ചെയ്യണം? അപ്പൊ ഒരു സിനിമ എടുക്കുക,
പിന്നെ ഇത് റെസ്റ്റ് എത്ര ഫോളോ. നാൾക്ക് മുമ്പാ? ഇത് മിനിയാന്നാണ് അല്ല ഈ ഈ കാര്യം നടന്നത് ടോം ക്രൂസിന്റെ ലാസ്റ്റ് മൂവി റിലീസ് അല്ലേ, അപ്പൊ ഐ തിങ്ക് വാസ് ഇൻ ദി യുഎസ്. അപ്പോൾ 10-20 ഡേയ്സ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്റെ ഫ്രണ്ട് അവിടെ പഠിച്ച ഫ്രണ്ട് അവിടെ. അത് എന്റെ മനസ്സിൽ വന്നൊരു ആഗ്രഹമാണ്. സോ എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഞാൻ ഫോളോ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ എനിക്ക് എന്ത് തോന്നുന്നു ഞാനത് ചെയ്തെടുക്കുന്നതാണ്. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു, ബിക്കോസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് മൈ ലൈഫ് ഇസ് ഗോൺ. ഇനി നെക്സ്റ്റ് ഹാഫ് ഈസ് ഓൾവേസ് അബൌട്ട് മേക്ക് എ പ്ലാൻ ആൻഡ് അച്ചീവ് ഇറ്റ്. അതിൽ ഞാൻ ഇനി പ്രോസ് ആൻഡ് കോൺസ് ഒന്നും നിൽക്കാറില്ല. എനിക്ക് എന്ത് തോന്നുന്നു അത് ഏറ്റവും എനിക്ക് എൻ്റെ മനസാക്ഷിക്ക് അത് ശരിയായി തോന്നുവാണെങ്കിൽ ഞാനത് ചെയ്തെടുക്കും. അതിൽ 10 പേര് കാണുകയോ അല്ലെങ്കിൽ ഒരാൾ കാണുകയോ എന്നല്ല. നമ്മൾക്ക് മനസ്സിൽ പ്രൊമോഷന്റെ സമയത്ത് ഇവർ ട്രാവലിംഗ് ടുഗദർ അങ്ങനെ ഓരോ കോളേജ് ഇവന്റ് അങ്ങനെ ഇന്റർവ്യൂസ് ഒക്കെ ആയിട്ട് ഓരോ 1 hourലും വിൽ കം അപ്പ് വിത്ത് സം ന്യൂ ഐഡിയ ഫോർ പ്രൊമോഷൻ. നമുക്ക് ഇങ്ങനെ ചെയ്യാം, നമുക്ക് അത് ചെയ്യാം, ഇപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യാം. സോ ഇറ്റ്സ് ഫുൾ ഓഫ് ഐഡിയാസ്. അപ്പം ഉണ്ണി ഇങ്ങനെ ഈ ഉണ്ണി പറഞ്ഞപ്പോൾ ഈ സ്റ്റോറി ഉണ്ടല്ലോ, ഐ ടോട്ടലി ബിലീവ് ഇൻ ദറ്റ് സ്റ്റോറി. കാരണം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു പക്ഷെ ഇത് കാണുമ്പോൾ ഉണ്ണിക്ക് ഇത് വേണമെന്ന് തോന്നിയിട്ടുണ്ടാവും, നടത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആ ട്രെയിനില് പ്രൊമോട്ട് ചെയ്തതിനും റീസൺ ഉണ്ട്. ഞാൻ ഗുജറാത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. സോ ഓൾമോസ്റ്റ് ഒരു 5 years എൻ്റെ കേരളത്തിലേക്ക് യാത്രകൾ ഈ ഓഖ എക്സ്പ്രസ്, പരശുറാം എക്സ്പ്രസ്സിലൊക്കെ ഞാനിങ്ങനെ ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ജയഗണേഷിലേക്ക് എത്തിയപ്പോൾ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആഗ്രഹിച്ചു. പെട്ടെന്നാണ് എൻ്റെ ഓർമ്മയിൽ വന്നത്. ഞാൻ എൻ്റെ സിനിമാ സ്വപ്നങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടത് ഒറ്റയ്ക്ക് ഞാൻ ഇരുന്ന് കണ്ടത് ഈ ട്രെയിനിലുള്ള. ആൻഡ് ഐ ജസ്റ്റ് ഫെൽറ്റ് ദാറ്റ് അത് എൻ്റെ ഒരു പേഴ്സണൽ ഈഗോ സാറ്റിസ്ഫൈങ് മൂമെന്റ് ആയിരുന്നു. ഞാൻ ആ ട്രെയിൻ മൊത്തം ജയഗണേഷിന്റെ പോസ്റ്റ് അപ്പൊ ഞാൻ അപ്പൊ ഇങ്ങനെ കണ്ടു നിൽക്കായിരുന്നു. ഇറ്റ്സ് ലൈക്ക് ഒരു നിങ്ങൾക്ക് അത് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് ഇറ്റ് വാസ് ഭയങ്കര പേഴ്സണൽ ആയിരുന്നു. അത് വലിയൊരു അവാർഡ് കിട്ടിയ പോലെ എനിക്ക് തോന്നി. ബിക്കോസ് എന്റെ ഫോട്ടോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ വണ്ടിയിൽ ഞാൻ ഒരുപാട്, ബിക്കോസ് അവിടുത്തെ കഫറ്റേറിയയിലെ ചേട്ടന്മാർക്ക് എന്നെ അറിയാം. ഞാനൊരു സിനിമ ആദ്യം ചെയ്തു വന്നപ്പോൾ ഞാൻ തിരിച്ച് ഓടിപ്പോയി ഓഖ എക്സ്പ്രസിലെ കഫറ്റേറിയയിലെ ചേട്ടനോട് പറഞ്ഞ് ഞാൻ പടം ചെയ്ത് കഴിഞ്ഞു. അപ്പൊ പുള്ളിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ബിക്കോസ് ഇവര് എന്റെ RIC ടിക്കറ്റ് കൺഫേം ആവാതെ പോകും. അങ്ങനെ സംഭവമുണ്ട്. ചിലപ്പോൾ നമ്മൾ RIC ടിക്കറ്റ് കഴിഞ്ഞാൽ യു കൻ ഓൺലി സെറ്റ്, യു കൻ നോട്ട് സ്ലീപ്പ്. അപ്പൊ ഈ രാത്രി തന്നെ ഉറങ്ങാൻ ഇതിപ്പോ അന്ന് എനിക്ക് 18 വയസ്സാണ്. അപ്പൊ ഇവർക്ക് എന്നോട് ഭയങ്കര പാവം തോന്നിയിട്ട് ഈ നമ്മള് വണ്ടികളിൽ നമുക്ക് കാഫറ്റേരിയയിൽ നിന്ന് വെള്ളം തരുള്ളൂ, ബോട്ടിൽ, ചെറിയ ബോട്ടിൽ. അപ്പൊ അതിന്റെ ഒരു വലിയ സ്റ്റാക്ക് ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ കിടക്കാൻ പറഞ്ഞു. അവിടെ കിടന്നു നീ മറ്റേ ഇവിടെ ഇരിക്കണ്ടെന്ന് വെച്ചിട്ട്. ഞാൻ രാവിലെ ഇന്നിപ്പോ ഇവരുടെ നടുക്കിലെ പോർഷൻ മൊത്തം ഡാമേജ് ആയി. ഞാൻ ഭയങ്കര പേടിച്ചു. എന്റെ ഈ കമ്പൻസേറ്റ് ചെയ്യാൻ അത്ര പൈസ ഇല്ല. അവര് പറഞ്ഞു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ സംഭവം ചോദിച്ചു. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ, 4 ദിവസം പോകും, തിരിച്ച് 4 ദിവസം കഴിഞ്ഞാൽ പിന്നെയും. അപ്പൊ ഈ വെക്കേഷൻ ഒന്നും അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാനൊരു ഓഡീഷന് പോയതാണ്, അപ്പൊ അത് ക്യാൻസലായി. തിരിച്ച് അഹമ്മദാബാദിലേക്ക് പോകണം. കുറച്ച് കഴിഞ്ഞപ്പോ ഇവർക്ക് നമ്മളോട് ഭയങ്കര സഹതാപവും പാവം. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, ഇത് ഓഫീസ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ പറയൂല ഞാൻ ഗുജറാത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ എനിക്ക് പേടി, നമ്മൾ ദൂരെ നിന്ന് വരുന്നത് കേട്ടിട്ട് ഇവര് മീറ്റിംഗ് ക്യാൻസൽ വേണ്ട, അത്ര വലിയ റോളൊന്നും ആയിരിക്കില്ലല്ലോ. ഞാനപ്പോ അവരോട് പറഞ്ഞു തരുന്നു ഞാൻ സിനിമയിൽ അഭിനയിക്കട്ടാണ്. ഇവരോട് പറഞ്ഞു ഞാൻ ചെയ്തിരിക്കും. ബിക്കോസ് ഇവർക്ക് ഞാൻ എന്തോ ചുമ്മാ ഇങ്ങനെ പോയിക്കിരിക്കാന്നൊരു തോന്നല് എന്റെ പഠിച്ച് എന്തെങ്കിലും ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഈ ട്രെയിനുകളിൽ എനിക്ക് ഭയങ്കര ഒരു കൈൻഡ് ഓഫ് ഇന്റിമസി ഉണ്ട്. അപ്പൊ ഈ സിനിമ ഇങ്ങനെ വന്നപ്പോ ആദ്യമായിട്ടാണ് എന്റെ സിനിമ ഇങ്ങനെ. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ച് കണ്ടായി. ഈ സാധനമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തത് ഫ്രണ്ട്സിന്റെ ഇടയിൽ. Because again, I don't know if it connects, but personally എനിക്ക് നമുക്കാണെങ്കിൽ ഇതേപോലെ ഒരുപാട് ആഗ്രഹിച്ച സംഭവങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കുമല്ലോ. ഈവൻ ഫസ്റ്റ് പോസ്റ്റർ ഒക്കെ വരുമ്പോഴും ഈ ഒരു ഫീൽ ആയിരിക്കില്ലേ? ഞാൻ അതിലൊന്നും വലിയ എക്സൈറ്റ്മെന്റ് കണ്ട ആളല്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ബിക്കോസ് എന്റെ ചിന്തകളിൽ വന്ന കാര്യങ്ങൾ കംപ്ലീഷനിലേക്ക് എത്തുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഗൂസ് ബംസ് ഉണ്ടാവുക. ലൈഫിൽ ഞാൻ ഒരു കാര്യം ആഗ്രഹിച്ചു, ഞാനത് സാധിച്ചെടുത്തു. I don't like to call people for help. അങ്ങനത്തെ ചില റിജിഡ് മൈൻഡ് സെറ്റ് ഒക്കെ ഉണ്ട് എനിക്ക്. ഒരു ഫോൺ കോളിൽ തീരുന്ന കാര്യമാണെങ്കിലും മാക്സിമം നമ്മൾ തന്നെ ചെയ്തെടുക്കണം എന്നൊരു ആഗ്രഹമുള്ളതാണ്. സംടൈംസ് ഓൾ ഓഫ് ദാറ്റ് സംടൈംസ് അത് ചില കാര്യങ്ങൾ ഇങ്ങനെ ശരിയായി വരുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. ഇതൊക്കെ കേൾക്കുമ്പോഴേക്ക് ഇപ്പൊ എനിക്ക് തോന്നിയ പോലെ ഒരുപാട് പേർക്ക് തോന്നുന്നുണ്ടായിരിക്കും നമുക്ക് ഇത്രയും വലിയ വലിയ ആഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹിക്കാനുള്ള ഒരു മോട്ടിവേഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആഗ്രഹിക്കണം. നമ്മുടെ ലിമിറ്റേഷൻ നമ്മൾ തന്നെ കണ്ടെത്തുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ ആഗ്രഹങ്ങൾ ഞാൻ പറയാൻ പോയാൽ തന്നെ കുറച്ച് പേര് പേടിയായി പോകും. ജയഗണേഷ് എന്ന് പറയുന്ന സിനിമയുടെ കോർ ഐഡിയ ഇസ് ദ സെയിം. അതായത് നമ്മളെ ഇൻസ്പയർ ചെയ്യാന്നില്ല. ഇപ്പം നമ്മളിപ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിൽ വെച്ച് ഇരുന്നുകൊണ്ട് ഹൗ ഹി ഈസ് ഡൂയിങ് തിങ്സ് എന്നുള്ളതാണ് ദാറ്റ് ഈസ് വാട്ട് ദ മൂവി ഈസ് അബൌട്ട്.
സോ എനിക്ക് തോന്നുന്നു ഉണ്ണിയുടെ പേഴ്സണൽ ലൈഫായിട്ട് ഒരുപാട് രീതിയിൽ കണക്ട് ആണ്. ഞാൻ രഞ്ജിത്തുമായിട്ട് സംസാരിക്കുമ്പോൾ പുള്ളിയുടെ ഇത് വെരി ഗുഡ് റൈറ്റർ എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും നമ്മുടെ പേഴ്സണൽ ഏരിയയിലേക്ക് ഇങ്ങനെ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പുതിയ ഡ്രാഫ്റ്റ് ആയിരിക്കും. അതിൽ നമ്മൾ പറഞ്ഞ ചില ഇമോഷണൽ കണക്ട് അതിലുണ്ടാവും. ബട്ട് കഥയുടെ കഥ പറച്ചിലൊന്നും മാറ്റാതെ ഭയങ്കര വളരെ രസകരമായിട്ട് അത് എൻജോയ് ചെയ്യും. സോ വാട്ട് ഹാപ്പൻ, ഈ ഒരു സിനിമ ചെയ്യുന്ന മുന്നേ തന്നെ ഞാൻ ഗണേശന്റെ ക്യാരക്ടറുമായിട്ട് ഭയങ്കര അടുപ്പം എനിക്ക് തോന്നിപ്പോയി. സി എനിക്കും രഞ്ജിത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതൊരു പാത്തോ അയ്യോ കാലിന് വയ്യാത്ത ഒരാള് സഹതാപം വേണ്ട. ബിക്കോസ് രഞ്ജിത്ത് ഒരു കാര്യം പറഞ്ഞു, ഐ ട്രൂലി റെസനേറ്റ് എന്ന് വെച്ചാൽ സൊസൈറ്റി എന്നാണ് ഇവരെ നമ്മളെ പോലെ കാണാൻ തുടങ്ങുക, അന്നാണ് സൊസൈറ്റി മെച്ചുവർ ആവുന്നത്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അവരിങ്ങനെ വരുമ്പോ വളരെ പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് ഉണ്ടാവും, അയ്യോ ഇരിക്കൂ, ഒരു സഹതാപം സിമ്പതി ലൈൻ പിടിക്കും. മോസ്റ്റ്ലി അവർക്ക് അത് വേണ്ട. ബിക്കോസ് അവിടെ ഒരു പെട്ടെന്ന് ഒരു അവരെ ലൈഫ് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പബ്ലിക് പ്ലേസിൽ അവർക്ക് ഒരു ആവശ്യമില്ലാത്ത ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് പോലെ വരും. യെസ് യെസ്, ഐ മീൻ ഇൻ ടേംസ് ഓഫ് ഇപ്പോ ചാലഞ്ചസ് ഉണ്ട്. സൊസൈറ്റി ഡിസൈൻഡ് ആയതും പ്ലാൻ ചെയ്തുകൊടുത്തും എഞ്ചിനീയർഡ് മൊത്തത്തിൽ അല്ലെങ്കിൽ നമ്മളെ പോലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഈ ഹോട്ടൽ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഒരു ഏബിളിന് കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്ത് ഡെഫിനറ്റ്ലി ഒരു ഹെൽപ്പ് വേണ്ടി വരും. അതർവൈസ് ഐ തിങ്ക് അവർക്ക് നമുക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ റെസ്പെക്ട് എന്ന് വെച്ചാൽ യു ട്രീറ്റ് ദം ആസ് ഈക്വൽസ്. നമുക്ക് അവർക്കെതിരെ ഒരു തമാശ പറയാനോ അല്ലെങ്കിൽ ചീത്ത പറയാനോ അതേ ഒരു കംഫർട്ട് ലെവൽ ഉണ്ടെങ്കിൽ, നല്ലത് കാര്യം നമ്മൾ പറയാറുണ്ട്, ഈ കളിയാക്കി പറയുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ നോർമലി ആൾക്കാർ ചീത്ത പറയുമ്പോഴാണ് ഒരു സ്പെഷ്യൽ ഫീൽ കൊടുക്കാണ്ട് ഇരുന്ന അപ്പൊ അവർക്കും കുറെ കൂടെ ഒരു കോൺഫിഡൻസ് കൂടും തോന്നുന്നു അല്ലേ? ഡെഫിനറ്റ്ലി കൂടും തോന്നുന്നില്ല, അങ്ങനെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് ഞാൻ ഇത് അനുഭവിച്ചപ്പോൾ ഞാൻ ആഗ്രഹിച്ചതാണ്. ഐ വാസ് വെരി അപ്സെറ്റ് വെൻ ഷൂട്ടിന്റെ സമയത്ത് മൈമനോട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ പറയുന്ന ആരും കേൾക്കുന്നില്ല. ഞാൻ കസേരയിൽ ഇരുന്ന് ഇങ്ങനെ നമ്മളെല്ലാവരും നമ്മുടെ ഐ ലെവലിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഗ്രൂപ്പായിരുന്നു സംസാരിക്കുമ്പോൾ ഹി വാസ് ഓൾവേസ് ഓൺ ദ വീൽ ചെയർ. കാരണം അതിന് എഴുന്നേക്കാറില്ല, കാരണം ഉണ്ണി കാലൊക്കെ കെട്ടി വെച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഉണ്ണി എപ്പോഴും വീൽ ചെയർ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഗ്രൂപ്പായിരുന്നു സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഐ ലെവലിൽ ഇരുന്ന് സംസാരിക്കും. ഉണ്ണി പറയുന്നത് പലപ്പോഴും നോട്ട് ബീങ് ഹേർഡ് എന്നുള്ളത് ഉണ്ണി അപ്പോഴാണ് പറയുന്നത്, ഞാൻ പറയുന്ന ആരും കേൾക്കുന്നില്ല, ഞാൻ ഈ ലെവലിൽ നിന്ന് സംസാരിക്കുമ്പോൾ കേൾക്കുന്നില്ല. സോ അത് തന്നെയായിരിക്കും ബേസിക്കലി എല്ലാവരുടെയും അവരുടെയും നീഡ് അത് തന്നെയായിരിക്കും, ടു ബി ഹേർഡ്. ചെറിയ ചെറിയ സംഭവങ്ങളാണ്, പക്ഷെ എന്നെ സംബന്ധിച്ചത് ഭയങ്കരമായിട്ട് ഫീൽ ആണ്. എനിക്ക് ഷൂട്ട് പാക്കപ്പ് എന്ന് പറയുമ്പോഴാണ് ഞാൻ പിന്നെ എണീറ്റ് പോകുന്നത്. ഐ സോ ദാറ്റ് എനിക്കത് ഒരിക്കലും ഒരു നൈറ്റ് മാൻ പോലെ അത് എന്ന് വെച്ചാൽ ആ വീൽ ചെയറിൽ ലൈഫ് ലോങ് നമ്മൾ ഇരുന്ന് എങ്ങനെ നമ്മുടെ മൈൻഡ് ഇനിയും ലൈഫിനെ വളരെ പോസിറ്റീവായിട്ട് കാണാൻ നമുക്ക് അങ്ങനെ പറ്റൂ, വേറെ ഓപ്ഷൻസ് ഇല്ല എന്ന് ഒരു പോയിന്റിൽ അവർക്ക് സ്വീകരിക്കുന്നുണ്ട്. അത് എന്നെ കൊണ്ട് പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഐ ജസ്റ്റ് ഫെൽറ്റ് ദാറ്റ് ഇത്രയും ട്രോമാറ്റിക് ആയ ഒരു അവസ്ഥ ഇത്രയും കോൺഫിഡന്റ് ആയിട്ടും ഇത്രയും പോസിറ്റീവായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ മിനിമം അവരോട് കാണിക്കേണ്ടത് ഒരു മര്യാദ ലെവലിൽ വി മേക്ക് ദം ഫീൽ ലൈക്ക് അസ്. ആൻഡ് ഈ സിനിമയിലൂടെ ഐ തിങ്ക് ആരെങ്കിലും സ്പെഷ്യലി ഏബിൾഡ് ഒരാൾ ഈ സിനിമ കാണുമ്പോൾ ദേ വിൽ ബി തറോലി അവർക്ക് ഗൂസ് ബംസ് കിട്ടും. അതെ, ആ ഒരു ക്യാരക്ടറിനെ അത്രത്തോളം മനസ്സിലെടുത്ത് വെച്ചതിന് ശേഷമാണോ ഈ 100 പേർക്ക് ആ ഒരു വീൽ ചെയർ എന്നുള്ള ഒരു ഇതിലോട്ട് എത്തിയത്? ആദ്യമേ ഡ്യൂറിംഗ് ദ ഷൂട്ട് തന്നെ ഐ ജസ്റ്റ് ഫെൽറ്റ്, സീ എന്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഈ തോട്ട് ഒരു സിനിമ ചെയ്തതുകൊണ്ട് മാത്രം വന്നു എന്നാണ്. ഒരു വീൽ ചെയർ കൊടുക്കുക അല്ലെങ്കിൽ അത് ഇന്നത്തെ സാഹചര്യത്തിൽ എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ ചെയ്തേ ഉള്ളൂ. ആ ചെയ്ത സമയമാണ് എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ട്. ബിക്കോസ് ഇത് ഒരു സിനിമ ചെയ്തത് കൊണ്ടല്ലേ എന്നൊരു തോന്നലുണ്ട്. അത് പ്രൊമോഷന്റെ ഭാഗമായിട്ടല്ല, എന്റെ ഉള്ളിൽ ആ ചിന്ത വന്നത് ഞാൻ ആ പെർസ്പെക്റ്റീവിൽ ഇപ്പോഴാണ് ചിന്തിച്ചത്. ഞാൻ ഇതിന് മുന്നേ വരെ എന്റെ ചുറ്റും ഇരിക്കുന്ന ശേഷിയിൽ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. വെരി ഓണസ്റ്റ് അബൌട്ട് ഇറ്റ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ ലൈഫിനെ കാണാൻ തുടങ്ങിയത് ഒരു സിനിമ ചെയ്തിട്ട് നിങ്ങളുടെ ചിന്തകൾ മാറിപ്പോവുക അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തി ചെയ്തതിൽ വേറൊരാളാണെന്ന് പബ്ലിക്കിൽ നിങ്ങൾക്ക് പറയാൻ തോന്നുവാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ്സ് എ ബെസ്റ്റ് തിങ് ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ടു മീ വിത്ത് ദിസ് ഫിലിം. സെക്കൻഡ് ബെസ്റ്റ് ആയിരിക്കും ഈ സിനിമയുടെ വാണിജ്യപരമായ വിജയം. തേർഡ് ആയിരിക്കും ക്രിട്ടിക്കൽ അക്ലെയിം. ബിക്കോസ് ഇൻ ഓർഡർ ടു ഡു സം റിയലി ഗുഡ് മൂവി ഐ നീഡ് ടു മേക്ക് ഷുവർ ദ മൂവി ഈസ് എ ബിഗ് ഹിറ്റ്. ബിഗ് ഹിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഓടിച്ചാടി നടന്ന് പടം പ്രൊമോട്ട് ചെയ്യുന്നത്. കൂടുതൽ പേര് സിനിമ കാണുമ്പോൾ കൂടുതലും നമുക്ക് ഒരു ആൾക്കാർ തിയേറ്ററിലേക്ക് വരും, നമുക്കൊരു ബിഗർ ഹിറ്റ്. ജോമോൾ ചേച്ചി, അപ്പോൾ വീണ്ടും നമ്മളുടെ മലയാളം മൂവിയിലോട്ടൊരു റീ എൻട്രി എന്നൊക്കെ പറയാൻ പറ്റും അല്ലേ? അപ്പോൾ ലൈക്ക് എന്താണ് ഈ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു റീസൺ? ഒരു
ക്യാരക്ടർ രണ്ടാമതാണ് വന്നത്. ഫസ്റ്റ് വന്നത് രഞ്ജിത് ശങ്കറിന്റെ കോളായിരുന്നു. ഓക്കെ. ഞാനൊരു മൂവി ചെയ്യുന്നുണ്ട്, വിൽ യു ബി എ പാർട്ട് ഓഫ് ദാറ്റ് മൂവി? സോ ഇമ്മീഡിയറ്റ്ലി ഐ സെഡ് യെസ്. യെസ്. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള നെക്സ്റ്റ് കോൺവെർസേഷൻ ആഫ്റ്റർ 2-3 days കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റിയത്. അപ്പോഴാണ് എനിക്ക് ഈ മൂവിയുടെ കഥയെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ എന്നോട് പറഞ്ഞതൊരു ഞങ്ങൾ ആക്ച്വലി ഒരു ഫംഗ്ഷന് കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ മോളുടെ ഒരു കോമ്പറ്റീഷന് ഞാൻ ആസ് എ പേരന്റ് പോയതാണ്. അപ്പം എനിക്ക് തോന്നുന്നു രഞ്ജിത്തിന്റെ പ്രീവിയസ് മൂവിയുടെ പ്രൊമോഷൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് കണ്ടതാണ്. അപ്പൊ പറഞ്ഞു അന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ക്യാരക്ടർ ചിലപ്പം ചേരുമായിരിക്കുമെന്ന്. അങ്ങനെ വന്നു. പിന്നെ അത് കഴിഞ്ഞ നെക്സ്റ്റ് ഡെവലപ്മെന്റ് വാസ് ഉണ്ണി. പിന്നീടാണ് എന്നോട് പറഞ്ഞത് ഉണ്ണിയാണ് ആ ക്യാരക്ടർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ ഒരു ഗ്യാപ്പ് വരാനായിട്ട് എന്തെങ്കിലും സ്പെസിഫിക് റീസൺ ഉണ്ടോ? ഒരു റീസണും ഇല്ല, ആരും വിളിച്ചില്ല. ഞാനതിന് ഭയങ്കര എന്നെ സംബന്ധിച്ച് അത് ബ്യൂട്ടിഫുൾ ഡിസിഷൻ ആക്ച്വലി. ടേക്ക് അപ്പ് ദി കരിയർ. ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടർ പ്രയോറിറ്റൈസ് ഫാമിലി ഈസ് നോട്ട് ആൻ ഈസി തിങ്. പ്രയോറിറ്റി ഷിഫ്റ്റ് ചെയ്തു. അപ്പം ആളുകൾ വിചാരിച്ചു ഞാൻ അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ എന്നാലും മൂവി അന്നാ ഓക്കെ ടു ഗെറ്റ് ബാക്ക് ടു മൂവീസ് ഞാൻ ചെയ്തില്ല. ബിക്കോസ് അഗൈൻ ദാറ്റ് പ്രയോറിറ്റി എനിക്ക് അതിൽ നിന്ന് സമയം എടുക്കാൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് 2 പെൺകുട്ടികളായിരുന്നു. I just also feel ഇപ്പോൾ ഞങ്ങളൊരു പ്രസ് മീറ്റിൽ ഞാൻ മനസ്സിലാക്കിയത് ഷീസ് ഡെഫിനറ്റ്ലി നോട്ട് ദ കൈൻഡ് ഓഫ് റോൾ വേറെ ചെയ്ത പോലത്തെ റോളല്ല ഈ ഒരു സോ കോൾ റീ എൻട്രി. ഇറ്റ്സ് എ വെരി ഡിഫറെന്റ്. കുറച്ചും കൂടി ആസ് എൻ ആക്ടർ ലെവലില് ഫ്രീ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിച്ച് വന്ന ഒരു എൻട്രി ആയിട്ടാണ്. എനിക്ക് ആ ഒരു ഫീലാണ്. ഇനിയും ഐ വുഡ് ലൈക്ക് മൈ കിഡ്സ് ആർ ഗ്രോൺ അപ്പ്. ഇനിയിപ്പം എനിക്ക് സ്ലോലി എനിക്ക് ചൂസ് ചെയ്യാം. എനിക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യാം. ഐ കൻ കം ബാക്ക്. ഇപ്പൊ ചേച്ചി തന്നെ ഇപ്പൊ കാല് വയ്യാണ്ടിരിക്കുക. അപ്പൊ വീണ കേസ് പറഞ്ഞപ്പോ ഇവരെല്ലാരും ചിരിച്ചു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിറത്തിലെ വർഷന്റെ അതൊക്കെ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടായോ ഈ വീണു എന്ന് പറഞ്ഞ സമയത്ത്? ഒന്നും പറഞ്ഞില്ല. എന്നോട് ചോദിച്ചാൽ പറഞ്ഞ റീസൺ ഞാൻ അങ്ങോട്ടാ പറഞ്ഞത്. എന്താണ് റീസൺ? ഞാൻ പറഞ്ഞ റീസൺ ഫണ്ണിയാണ്. കാലിൽ ലിഗമെന്റ് ഏറെ. ഞാൻ അതിൽ റീസൺ ഫണ്ണിയാണ്. കട്ടിലിന്റെ പുറത്തുനിന്ന് ഇറങ്ങിയതാണ്. കാല് മടങ്ങിയപ്പോ എവിടെയോ വർഷം ഇപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ട്. ആക്ച്വലി ആ വർഷം എന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മൂവി ഇറങ്ങിക്കഴിഞ്ഞ് ആണ് എനിക്ക് മനസ്സിലായത്. എന്റെ ഹസ്ബൻഡ് എന്റെ അടുത്ത് പറയും മൈതാനം കണ്ടാലും തട്ടി വീഴുന്ന ഒരു ക്യാരക്ടർ. ശരിക്കും അങ്ങനെ വീഴുന്നത് തട്ടി വീഴുന്നത് കുറവായിരിക്കെങ്കിലും എന്നും തട്ടല് വാസ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. അപ്പോൾ ഉണ്ണിച്ചേട്ടാ, ഈ നമ്മുടെ മാളികപ്പുറം ഒരു ഫാമിലി മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരുപാട് പേര് അതിനെ ഒരു റിലീജിയസ് ആസ്പെക്റ്റിലും കണ്ടു. മാളികപ്പുറത്തിന് ശേഷം അത് വലിയൊരു സക്സസ് ആയിരുന്നു. അതിനുശേഷം ജയ് ഗണേഷ് അനൗൺസ് ചെയ്ത സമയത്തും ഒരുപാട് പേര് ഈ ഒരു ആസ്പെക്റ്റിൽ മൂവീനെ നെയിം കൊണ്ട് ജഡ്ജ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് ഒരു ഫൈറ്ററിൻ്റെ മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും നമുക്ക് ഈ ഒരു മൂവീനെ ഏത് കൂട്ടത്തിൽ കൂട്ടാൻ പറ്റും? എൻ്റെ വിനീതമായ അഭ്യർത്ഥന ഇത്രയേ ഉള്ളൂ. കുടുംബസമേതം ഈ സിനിമ നിങ്ങൾ പോയി കാണുന്നു. മാളികപ്പുറം നല്ല സിനിമ ആയിരുന്നു ഞാനും വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ അതിനേക്കാൾ മികച്ച സിനിമയായിട്ടാണ് എനിക്ക് ജയഗണേഷ് തോന്നുന്നത്. ബിക്കോസ് ഐ ഓൾവേസ് ഫീൽ ദാറ്റ് എൻ്റെ ഏറ്റവും ലാസ്റ്റ് വർക്കാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് വർക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വിശ്വാസംസകൾ. ഈദ് മുബാറക്. വിത്ത് ഫാമിലി ഈ ഫെസ്റ്റിവൽ സീസണിൽ നിങ്ങൾ പോകും, കാണൂ. ടേക്ക് യുവർ കിഡ്സ് ആൻഡ് ഫാമിലി, മുത്തശ്ശി, അമ്മ, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സിനിമയാണ്. ഞാൻ ആഗ്രഹിച്ച് ചെയ്ത സിനിമയാണ്. അപ്പോൾ വിവാദങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. ഐ ജസ്റ്റ് നോ ദാറ്റ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വളരെ സന്തോഷത്തോടെ ചെയ്ത സിനിമയാണ്. ഈ സിനിമ നിങ്ങൾ സിനിമയായിട്ട് തന്നെ കണ്ട് പോയി കുടുംബസമേതം സിനിമ കാണും. വിജയിപ്പിച്ചതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി വിഷു, ഈദ് മുബാറക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.